ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്കൂളുകളിൽ ക്രമക്കേടുകൾ നടന്നതായിട്ട് നമുക്കറിയാം. എല്ലാ വർഷവും ഇതുപോലെയുള്ള ഒരുപാട് പരാതികൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് പരാതികൾ അതിക്രമിച്ചു വന്നപ്പോഴാണ് ഇത്തവണ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കും മാത്രം ഈ പരീക്ഷ കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ പരീക്ഷയെക്കുറിച്ച്, നീറ്റ് പരീക്ഷ എന്താണ് എന്ന് പോലും അറിയാത്ത, അതിന്റെ യാതൊരു വിധത്തിലുള്ള ഗൗരവവും മനസ്സിലാക്കാത്ത ഒരു സ്കൂൾ അധികൃതരുമായിരുന്നു ബാലുശ്ശേരി കരിയാത്തൻകാവ് സ്കൂളിൽ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ 5-ാം നമ്പർ റൂമിലാണ് എൻ്റെ മോള് പരീക്ഷ എഴുതാനിരുന്നത്. അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഇൻവിജിലേറ്റേഴ്സിന് സീല് പൊട്ടിക്കാൻ പോലും അറിയില്ലായിരുന്നു. അവര് തന്നെ പറയുന്നു അവര് ഫസ്റ്റ് ടൈമാണ്, അവർക്ക് അറിയില്ല. അപ്പോൾ പ്രിൻസിപ്പൽ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതിന് പകരം അവരിപ്പോൾ വാദിയെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ്. 5-ാം നമ്പർ റൂമിലിരുന്ന 2 ഇൻവിജിലേറ്റേഴ്സിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത്. എന്നിട്ട് ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവർ എനിക്കെതിരെ ഒരു കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ ഒരു മുസ്ലിം അധ്യാപികയെ സംബന്ധിച്ച് സംസാരിച്ചു എന്നാണ്. പെറ്റീഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു അധ്യാപികയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരിന്നലെ പോലീസ് സ്റ്റേഷനിൽ സജിന എന്ന് പറയുന്ന ഒരു അധ്യാപികയെ, ഒരു മുസ്ലിം അധ്യാപികയെ കൊണ്ടുവന്ന് നിർത്തി. അതായത് എൻ്റെ ആശയം എന്താണ്, എൻ്റെ ആദർശം എന്താണ്, എൻ്റെ ഫീൽഡ് ഏതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു മത വിഷയമാക്കി മാറ്റുക എന്ന താല്പര്യം പ്രിൻസിപ്പളിനുണ്ട് എന്നത് എനിക്കിപ്പോഴും ബലമായ സംശയമുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിലും ഒരു അധ്യാപികയുടെയും പേര് പറഞ്ഞിട്ടില്ല. 5-ാം നമ്പർ റൂമിലെ 2 അധ്യാപികമാർ ഇൻവിജിലേറ്റേഴ്സ്, അതിലൊരാളാണ് തലചുറ്റി വീണത് എന്ന് അവർ തന്നെ പറഞ്ഞു. മറ്റൊരു അധ്യാപികയാണ് എന്നോടും എൻ്റെ മോളോടും ഇക്കായോട് നിന്ന് ഒരുപാട് സമയം നിന്ന് സംസാരിച്ചു. എൻ്റെ കുറ്റമല്ല, അത് സ്റ്റെപ്പൊക്കെ കയറി റൂമിലേക്ക് വരാനുണ്ടായിരുന്ന താമസമാണ്, സീല് പൊട്ടിക്കാൻ അറിയില്ലായിരുന്നു, അത്ര സമയം താമസിച്ചത് അതുകൊണ്ടാണ് എന്നൊക്കെ അവര് തന്നെ പറയുന്ന റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അവര് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു. അവർക്കെതിരെ ഞാൻ അവരുടെ വിഷ്വൽസ് എടുത്തു. ഞാനൊരു ലൈവാണ് ഇട്ടത് 3.5 മിനിറ്റ്. അത് പോലീസുകാർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇവർക്ക്. എന്നിട്ട് നിങ്ങളുടെ ചിത്രം എവിടെയെന്നാണ് ചോദിച്ചത് പോലീസുകാർ ഇവരോട്. അപ്പോൾ ഈ 15 മിനിറ്റ് താമസിച്ച ഒരു കുട്ടിയുടെ ജീവിതം തല്ലിത്തകർത്തതിനെ സംബന്ധിച്ച് ഒരു പ്രിൻസിപ്പൽ കസേരയിൽ ഇരിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് യാതൊരു ചലനവുമില്ല. ആ 2 പേരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ രംഗത്തിറങ്ങിയിരിക്കുവാണ്. വേറെ ഒരു മുസ്ലിം അധ്യാപികയെയും രംഗത്തിറക്കിയിരിക്കുന്നു. ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് 5-ാം നമ്പർ റൂമിൽ നിന്ന് 2 ഇൻവിജിലേറ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൊടുത്ത പരാതിയിലും ഇവരുടെ ആരുടെയും പേരെങ്ങും പരാമർശിച്ചിട്ടുമില്ല. ഒരു കുട്ടിയുടെ ജീവിതം തകർത്തിട്ട് 20-25 കുട്ടികളുടെ ഒരു വർഷം തകർത്ത ഒരു രീതിയെ സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവർ സമാധാനത്തോടുകൂടി സംസാരിച്ച് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അവർ ഞങ്ങളെ കൂടുതൽ വിഷമത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. ഞാൻ കാണുന്ന ഒന്നാമത്തെ കാരണം അതില് ഇവര് മത്സര പരീക്ഷകൾ പഠിച്ച കസേരയിലിരുന്ന വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിന്റെ വേദന എന്താണ്, ഒരു കുട്ടിക്ക് നിഷേധിക്കപ്പെട്ട അവകാശം എന്താണ്, ആ കുട്ടി അനുഭവിച്ച വേദന എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ സ്ത്രീ ആ പ്രിൻസിപ്പൽ കസേരയിൽ ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോ നിൽക്കുന്നത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. 4-ാം തീയതി എൻ്റെ മോൾക്ക് ഇവിടെ ബാലുശ്ശേരി കരിയാത്തൻകാവ് GHSS ഒരു നീറ്റ് പരീക്ഷ ഉണ്ടായിരുന്നു. ഈ നീറ്റ് പരീക്ഷയുടെ തുടക്കം മുതൽ തന്നെ കരിയാത്തൻകാവ് സ്കൂളുകാർ അനധികൃതമായിട്ടാണ് എല്ലാം കാണിച്ചത്. എല്ലാ നീറ്റിൻ്റെ സെൻറ്ററുകാരും 11 മണി മുതൽ കുട്ടികളെ അകത്ത് കയറ്റുമ്പോൾ ഇവർ പറഞ്ഞു 1 മണിക്ക് വന്നാൽ മതി, കാരണം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവർക്ക് അങ്ങനെ പറയേണ്ടുന്ന ഒരു കാര്യവുമില്ല. അങ്ങനെ 1 മണി ആയപ്പോഴേക്ക് ഞങ്ങളൊരു 12:45 മോൾക്ക് പപ്സും ചായയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് മടങ്ങി വന്നു, ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് മടങ്ങി വന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വലിയ രൂപത്തിലുള്ള ക്രൗഡാണ്. അതായത് ഈ എക്സാം ആരംഭിക്കേണ്ടത് 1:40-നാണ്. ഏതാണ്ട് 1 മണിയോടുകൂടി കുട്ടികൾ റൂമിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞ് 1:40-ന് കുട്ടികൾക്ക് ചോദ്യപേപ്പർ കൊടുക്കണം. 1:50 കുട്ടികൾ OMR ഷീറ്റ് വാങ്ങണം. ഇതൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ മാത്രമേ 180 മിനിറ്റ് 180 ചോദ്യത്തിന് കുട്ടികൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടും. ഇത് പിന്നെ തുടക്കം തന്നെ ഇവർ ഗേറ്റിൻ്റെ അവിടെ 11 മണിക്ക് കയറ്റേണ്ടതിന് പകരം 1 മണി, 1:30, 1:45 കഴിഞ്ഞപ്പോഴും കുട്ടികൾ കയറിക്കൊണ്ടേയിരിക്കുവാണ്. ലാസ്റ്റ് യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ, ഇൻസ്പെക്ഷനും ഇല്ലാതെ ഇവരകത്തേക്ക് കുട്ടികളെ കയറ്റിവിടുകയാണ്. അപ്പോൾ റൂം നമ്പർ 5-ലാണ് എൻ്റെ മോൾ എക്സാം എഴുതാനിരുന്നത്. അപ്പോൾ റൂം നമ്പർ 5-ൻ്റെ കാര്യം എനിക്കറിയാം. ആ സമയത്ത് പ്രിൻസിപ്പൾ വരുന്നു. ഈ ചെക്കിങ്ങിന് നിൽക്കുന്ന അധ്യാപകരെ വഴക്ക് പറയുന്നു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവിടെ എല്ലാം ക്യാമറയുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി എല്ലാവരെയും കയറ്റിക്കും, അകത്ത് കയറ്റി കഴിഞ്ഞിട്ട് ഇനി ചെക്കിങ് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ പലരെയും
ചെക്ക് ചെയ്യാതെ അകത്ത് കയറ്റാനുള്ള തന്ത്രമായിരുന്നു ഇവർ 1 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞത് എന്ന് മാന്യമായിട്ടും എൻ്റെ ഭാഗത്ത് സംശയം ഉന്നയിക്കാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് 15 മിനിറ്റ് താമസിച്ച്, അതായത് 2 മണിക്കാണ് ഇവർ സീല് പൊട്ടിക്കുന്നത്. 2:04 ആയപ്പോഴാണ് കുട്ടികൾക്ക് ചോദ്യപേപ്പർ കൊടുക്കുന്നത്. പിന്നീട് OMR ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികൾ എഴുതി തുടങ്ങാൻ സമയം താമസിച്ചു. അതായത് 15 മിനിറ്റ് താമസിച്ചു. ആ 15 മിനിറ്റ് കുട്ടികൾക്ക് ലാസ്റ്റ് ഈ ഇൻവിജിലേറ്റേഴ്സ് 5-ാം നമ്പർ റൂമിൽ നിന്ന് ഇൻവിജിലേറ്റേഴ്സ് ഈ അവസാനമുള്ള 15 മിനിറ്റ് കുട്ടികൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുമില്ല. അങ്ങനെ വന്നപ്പോൾ 5-ാം നമ്പർ റൂമിലിരുന്ന 20-25 കുട്ടികൾക്ക് അവസാനമുള്ള 15 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ വന്നു, കാര്യങ്ങൾ ചോദിച്ചു. ഗേറ്റിൻ്റെ അവിടെ കുട്ടികളൊക്കെ കൂട്ട നിലവിളിയായിരുന്നു. എൻ്റെ മോളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മോളുമായി വന്നു. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വലിയ രൂപത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അധ്യാപകരെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഒരു 4-5 പേര് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് 5-ാം നമ്പർ റൂമിനെ കുറിച്ചിട്ട് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പം അതിൽ നിന്ന് ഒരു ടീച്ചർ, അവിടെ ക്യാമറയുണ്ട്, അതിൽ നിന്ന് ഒരു ടീച്ചർ പ്രിൻസിപ്പളിനെ ചൂണ്ടിക്കാണിച്ചു. ആ ഡെസ്കിലാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ മാറി നിന്നു. പ്രിൻസിപ്പളോട് ഞാൻ പറഞ്ഞു, മിസ്സേ എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ 5-ാം നമ്പർ റൂമിനെ കുറിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ പ്രിൻസിപ്പൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാതെ പ്രിൻസിപ്പൾ അവിടെ നിന്ന ഇൻവിജിലേറ്റേഴ്സ് 5-ാം നമ്പർ റൂമിൽ ആരാണ് നിന്നത് എന്ന് ചോദിച്ചു. അവരോട് സംസാരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് അതിലൊരു ഇൻവിജിലേറ്റർ തലചുറ്റി താഴെ വീഴുന്നു. ആ ഇൻവിജിലേറ്ററിൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ, ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, എൻ്റെ വൈഫിന് BP പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ ആ ഹസ്ബൻഡ് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാരോടൊന്നും സംസാരിക്കാനില്ല. 15 മിനിറ്റ് താമസിച്ചാണ് ചോദ്യപേപ്പർ കൊടുത്തതെങ്കിൽ ആ 15 മിനിറ്റ് കുട്ടികൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആൻസർ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ടുന്ന അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പ്രിൻസിപ്പളിന് തന്നെ ഫസ്റ്റ് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തവിടെ ഒരുപാട് പോലീസുകാരുണ്ട്, ഒരു ക്രൗഡ്, ഞാൻ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല, ബഹളമുണ്ടാക്കിയിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ആരെയെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഹരാസ് ചെയ്യുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടില്ല, ഇവരുടെ ആരുടെയും മുഖമെടുക്കുന്ന രൂപത്തിൽ ഞാനൊരു വിഷ്വൽ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. പോലീസുകാർ എന്നോട് പറഞ്ഞു, ആദ്യം പ്രിൻസിപ്പളിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ. കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ റിസീവ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ കംപ്ലയിൻറ്റ് സീല് ചെയ്ത് ഒപ്പിട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്നു, ഇവിടെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. കാരണം എനിക്ക് NTA-ക്ക് മെയിൽ അയക്കണം. എന്തായിരുന്നാലും ഹൈക്കോടതി മുഖേന മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ രാത്രിയുണ്ട് ഇവിടെ നിന്നൊരു പോലീസുകാരുണ്ട്, ഉണ്ണികൃഷ്ണനാണെന്ന് തോന്നുന്നു. അദ്ദേഹം വിളിച്ചിട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഇക്കായും കൂടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേക്ക് പ്രിൻസിപ്പൾ എനിക്കെതിരെ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് അനധികൃതമായി ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി. ഒരു പ്രിൻസിപ്പളിൻ്റെ റൂം 5:50 മണിക്ക് കയറിയാൽ എങ്ങനെയാണ് അനധികൃതമാകുന്നത്? പ്രിൻസിപ്പളിൻ്റെ റൂം എന്താണ്, സ്വകാര്യ സ്വത്താണോ? അതൊരു പൊതുസ്ഥാപനമല്ലേ? കരിയാത്തൻകാവ് GHSS സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഞാൻ ആ റൂമിനകത്താണ് കയറുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളും നിൽപ്പുണ്ട്. ഞാനൊരിക്കലും അനധികൃതമായിട്ട് കയറിയതല്ല. അപ്പോൾ എനിക്കെതിരെ പ്രിൻസിപ്പൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്നെ കൗണ്ടർ ചെയ്യാൻ ഇവർക്ക് ഒന്നുമില്ലാത്തത് കൊണ്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇവർക്ക് എനിക്കെതിരെ ഒരു കൗണ്ടർ പെറ്റീഷനുമായിട്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സ്റ്റേഷനിലുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പളും വേറെ ഒരു മുസ്ലിം മിസ്സിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അവരുടെ പേര് പറഞ്ഞു എന്നും പറഞ്ഞു. ഇത് ഒരു റിലീജിയൻ പ്രശ്നവും കൂടി ആക്കി തീർക്കുക എന്നത് പ്രിൻസിപ്പലിൻ്റെ ഒരു അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് 5-ാം നമ്പർ റൂമിലാണ് ഇൻവിജിലേറ്റേഴ്സ്, അതല്ലാതെ ഞാൻ ഒരു മുസ്ലിം ടീച്ചറിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. 13-ാം നമ്പറിൽ ഇരുന്ന ഒരു ടീച്ചറിൻ്റെ പേര് ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താകുമെന്ന് അറിയില്ല. ഞാൻ പൊതുജനങ്ങൾക്കാണ് ഇത് വിട്ടുതരുന്നത്. നന്ദി.